ഹായ്, ഹലോ ഹലോ. ഇന്ന് ഒരു സൺഡേ ആണ്. ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. കുറെ നാൾക്ക് ശേഷം ഇന്ന് അമ്പലത്തിലൊക്കെ പോയി. അപ്പൊ ഇന്ന് അനിയനും അനീറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചാളായിട്ട് ഇൻസ്റ്റയില് ഒരു റീൽ സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചിക്കൻ ബിരിയാണി. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അനിയൻ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരും. നമുക്ക് പോയി മേടിച്ചിട്ട് വരട്ടെ. ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ബിരിയാണി. നമുക്ക് ആദ്യം സവോള അരിഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വറക്കാനും ഇത് വഴറ്റാനുള്ളതാണ്. അതാണ് ഇങ്ങനെ രണ്ടെണ്ണത്തിലാക്കി വെച്ചാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തത്, തക്കാളി. ഇനിയുള്ള സാധനം നമുക്ക് ബാക്കി വെളിയെടുക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഉരുളി. എത്ര കോഴി? 2 കോഴി ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു ഒരു കോഴിക്ക് 4 കാലാണ്. നീ കോഴിയല്ല മേടിക്കുന്നത്, 4 കാലുള്ള കോഴി. എല്ലാ തവണയും നമ്മൾ എപ്പോഴും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് ബിരിയാണിക്ക് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മൾ ഇത്തവണ ബിരിയാണിയുടെ കഷ്ണങ്ങളായിട്ട് എന്റെ ബുദ്ധിയുള്ള അനിയൻ എന്താണാവോ ചോദിക്കാണ്ടൊക്കെ ബിരിയാണിക്ക് ഒന്ന് പറഞ്ഞ് മുറിച്ച് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി വറക്കാനുള്ള പരിപാടിയാണോ നോക്കാൻ പോണേ. മഞ്ഞപ്പൊടി ഇടാം, കാശ്മീരി മുളക് പൊടി ഇടാം, നമുക്ക് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എല്ലാവർക്കും പണി കൊടുക്കാം, അങ്ങനെ ആരോട് വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ ക്യാമറാമാനും പണി കൊടുത്തിട്ടുണ്ട്. ക്യാമറാമാൻ നമ്മളുടെ ബിരിയാണിയുടെ പരിപാടികൾ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. നമ്മള് നല്ലോണം മസാല ഇട്ട് പൊട്ടിക്കുക. നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താട്ടാ, അതും കൂടി ഇട്ടേണ്ട ഇതിനകത്തോട്ട്. നമ്മള് വെള്ളം ഒഴിക്കാണ്. നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാട്ടോ വെള്ളം ഒഴിക്കണേ. 5 ഗ്ലാസ് അരി ഉണ്ട്, 7 ഗ്ലാസ് വെള്ളം, 7.5 ഗ്ലാസ് വെള്ളം വേണം. ഉപ്പ് പീസും കൂടി ഇട്ട് കൊടുക്കാണ്. നമുക്ക് അരി ഇടാം, ജീരകശാല കേട്ടോ. ഇതിലിപ്പോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ക്രഷ് ചെയ്തതും അതേപോലെ തന്നെ തക്കാളിയും പിന്നെ സവോളയും വഴറ്റിയതും കൂടി കേട്ടോ. അത് വഴറ്റണത് ഞാൻ കാണിക്കാതിരുന്നത് പാത്രം ലേശം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് കാണിക്കാൻ. നമ്മൾ ഇതിനകത്തോട്ട് വറുത്ത സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്ര സവോള ഇതിനകത്ത് ഇട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം, തൈര് ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂൺ തൈര് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ടോ കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കനും റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടി നോക്കാട്ടോ. അപ്പൊ ചിക്കൻ മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ റൈസ് ഇങ്ങനെ ദമ്മായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ ടോപ്പിംഗ്സ് ഇടാൻ നേരം വീഡിയോ ഒന്ന് പോസ് ആയി പോയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മ പൊട്ടിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി മണമുണ്ട് ഗായ്സ്. അതൊക്കെ എന്തായാലും എത്തൂലോ.
നല്ല സൂപ്പർ. എങ്ങനെയുണ്ടല്ലോ ബിരിയാണി? മര്യാദക്കോടാ പറഞ്ഞു പേടിപ്പിച്ചോ? അടിപൊളി. എന്തോ സൂപ്പർ. ഇന്നത്തേക്ക് അത്ര ഉള്ളൂ. ബൈ.